മോർണിംഗ് ഗൈസ്. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനൊന്ന് റിയലൈസ് ആവാൻ വേണ്ടി നമ്മുടെ ഇതിൻ്റെ സാൻഡലിൻ്റെ ആ ഒരു അഗർബത്തിയോ അതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇഡ്ഡലി സ്റ്റൂ ആണ്. വീഡിയോ എടുത്തിരുന്ന പണി നടക്കില്ല, ലേറ്റ് ആയി. സോ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് വരാം ഗൈസ്. പോയിട്ട് പറഞ്ഞു വിട്ടു. ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കുക്ക് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ തക്കാളി, ഉള്ളി ഇതൊക്കെ ഞാൻ ചതച്ച് വെച്ചു. ചിക്കൻ കറി വെക്കാനായിട്ട് പോവാണ് ഗൈസ്. ഇന്ന് ഒത്തിരി പണിയുണ്ട്. സോ ഞാൻ കിച്ചൺ വെറുതെ നിങ്ങളെ പോഷണിപ്പിക്കുള്ള സ്റ്റിച്ച് ചെയ്യാനുണ്ട്. വൈകിട്ട് മാർക്കറ്റിൽ പോകണം. സോ അതിന് മുന്നേ ജോലിയൊക്കെ തീർത്ത് വെക്കണം. സ്റ്റിച്ച് ചെയ്യാനുണ്ട്, കുറേ പരിപാടിയുണ്ട്. സോ ചിക്കൻ കറി, ചോറ്, പിന്നെ എന്തെങ്കിലും സാലഡ് മാത്രം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു കഴിക്കും. രാവിലെ ഇതിവിടെ വെച്ചത് കൊണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് കണ്ടാലേ ഇത് കുടിക്കാൻ തോന്നുള്ളൂ. എൻ്റെ മകളെ കൊണ്ട് അവിടെ സെറ്റാക്കട്ടെ. ബാ. എന്താണ് കണ്ണ? ബാ. തക്കാളി കൈ കൊടുത്തപ്പോൾ തക്കാളിയുടെ നീര് കയ്യിൽ പറ്റി. അതെൻ്റെ മോക്ക് ഇഷ്ടപ്പെടില്ല. ഞങ്ങൾക്ക് കുറച്ച് പേര് ഇരുന്നോ. കാർട്ടൂൺ വെച്ച് തരാം അമ്മ. കാർട്ടൂൺ ഞാൻ എൻ്റെ മകൾക്ക് കാർട്ടൂൺ വെക്കട്ടെ ഗൈസ്. ഇത് വേണോ? ഇത് വേണോ? അതോ എഗ്ഗ് വേണോ? ഇത് വേണോ എഗ്ഗ് വേണോ? വാട്ട് യു വാണ്ട്? ഇത് വേണോ എഗ്ഗ് വേണോ? ഇത് മതിയാ? അത് മതി. ഇല്ലെങ്കിൽ എഗ്ഗ് വേണോ? ഇത് വേണോ? ഏത് വേണം? ഇത് മതിയാ? ശരി, ഓക്കെ ഗൈസ്. ഞാൻ എൻ്റെ മകൾക്ക് കുറച്ച് ചക്കവരയും കൊടുത്ത് അമ്മ തരാം. മെല്ലെ. ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടോ കണ്ണ? ബുജ്ജിമ പൊന്നാ? അമ്മയ്ക്ക് താങ്ക് യു. ഓക്കെ. ടീഷൻ്റെ 2 മാങ്ങ കൊണ്ടു തന്നു. മാങ്ങ കിട്ടിയാൽ ഞാൻ വാഷ് ചെയ്തെടുത്തോട്ടെ. ഇപ്പോൾ ചെനച്ച മാങ്ങ. നല്ല മധുരം. ഇത് കറി വയ്ക്കൊന്നുമില്ല, കണ്ടിപ്പാ ഇപ്പം തന്നെ ഞാൻ തീർക്കും. അത്രമല്ലോ. ഇതെൻ്റെ ബുദ്ധിപരമായ ഐഡിയ ആണ്. കാര്യം ഇത് കഴിഞ്ഞ ദിവസം പറിച്ച് ബ്രഹ്മിയാണ്. ഒട്ടമാടി കൊണ്ട് ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ കാറ്റിൻ്റെ വഴിക്ക് അത് പോകും. ഇങ്ങനെ വെച്ച് ഉണക്കാനാണ് എൻ്റെ ഒരു നിഗമനം. ശരിയാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കോലം കണ്ട് ആരും പേടിക്കില്ല. ഇന്ന് കുറച്ചു നേരം കൂടുതൽ സമയം കിട്ടിയപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ മമ്മാരത്തിൻ്റെ ഉപ്തൻ ഫേസ് പാക്ക് അത് ഇട്ടേക്കുക. വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഡേറ്റ് വന്നിട്ട് ഇനി അടുത്ത മാസം കൂടെ ഉള്ളൂ. സോ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. കോയമ്പത്തൂർ എക്സിബിഷന് പോയിട്ട് വന്നപ്പോൾ ആകെ ടാൻ അടിച്ച് വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു.
ഇതൊരു 15 മിനിറ്റ് വേണം. കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ചിക്കൻ റോസ്റ്റ്, അതേപോലെ തൈരുണ്ട്. ചിക്കൻ റോസ്റ്റ്, തൈര്, കൊത്തവര ഉപ്പേരി. 15 മിനിറ്റ് വെറുതെ ഇരിക്കണം. രാവിലെ ഇവിടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഫോൺ താഴെ പോയി. കുഞ്ഞു ഉറങ്ങുക. അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇത് കഴിക്കണം. കാര്യം ഇതൊക്കെ പേടിയാണ്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കണ്ട ആരെങ്കിലും പേടിക്കും. ഓക്കെ ഗൈസ്, ഇനി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ടാനും കാര്യങ്ങളും, ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അത്യാവശ്യം ടാനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റിമൂവ് ആയിട്ടുണ്ട്. തീർന്നു കഴിഞ്ഞു. പുതിയത് വാങ്ങിക്കണം. നല്ല പ്രൊഡക്റ്റാണ്. മരത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റും കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ വെർത്താണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഭയങ്കര വെർത്താണ്. ഇനിയുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ചിട്ടെല്ലാം മിററിൽ കൊണ്ട് തേക്കും. മിററിലും ബെഡിലും ഒക്കെ തേക്കും. സോ ഇനി അടുത്ത പരിപാടി എന്താണ്? 2-3 ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാനുണ്ടെന്ന് വിചാരിക്കണോ, നടക്കുമോ എന്നറിയില്ല. ഓക്കെ ഗൈസ്, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഫ്രഷായി എൻ്റേതായ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ണൊക്കെ എഴുതി എന്തൊക്കെ വരാം. അല്ല, അവളെ പാട്ട് നിർത്തിയേനാ. പാത്രം ഒന്നും വേറെ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത് സ്റ്റൂ, ചിക്കൻ, ചോറ്, ഉപ്പേരി, തൈര് അങ്ങനെ എടുത്ത് ടേബിളിന് മേലെ വെച്ച്. ഇതെൻ്റെ ആക്രീസ്, എനിക്ക് പണിയെടുക്കാനുള്ള ആക്രീസ്. ബുജി ഹായ് ബറി, ഹായ്. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. എങ്ങനെ ഇപ്പൊ കേറിയേ? ഓ താഴത്ത് പോയാ? കണ്ണ ബായ്. நான் vlog எடுத்துட்டு இருக்கேன் இன்னைக்கு. ஹாய்.
ഫ്ലവർ വേസ് നമുക്കിവിടെ ഓൾറെഡി ഇരുന്നതാണ്. ഞാൻ ഇത് തൽക്കാലം ഇതിൽ വെച്ച് നോക്കാം. ഇവിടെ കീരയാന്ന് പറയുന്നുണ്ട്. എൻ്റെ അറിവിൽ ഇതൊരു പ്ലാന്റ് ആണ്, ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ലെന്ന് എൻ്റെ ഒരു വിശ്വാസം. സോ ഞാൻ ഇതിലേക്കൊന്നിത് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയൊരു 3-4 എണ്ണത്തിന് വേരില്ല. ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ചൂടാണെങ്കിൽ എനിക്ക് കോഫി കുടിക്കാൻ തോന്നുന്നു. സോ രാവിലെ പാല് നമ്മൾ തിളപ്പിച്ച് അപ്പോഴത്തെ ആവശ്യം കഴിഞ്ഞ് വെച്ചിട്ട് തിളപ്പിച്ച് അങ്ങനെ ഇരിക്കും. വീട്ടിൽ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കണേ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. എന്നാലും എനിക്ക് ഈ പ്ലാന്റ് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ലീഫൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. സോ ഇത് വെള്ളത്തിൽ പിടിക്കൂ ഇല്ലെന്ന് കണ്ടറിയാം. ഞാനിത് 2-3 വീഡിയോസിൽ കണ്ടു. 2-3 വീഡിയോസിലല്ലോ, ഒരു തൊപ്പി വെച്ച് കിടക്കുന്ന ഒരു ഗാർഡനിങ് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ടല്ലോ, പുള്ളിന്റെ വീഡിയോയിൽ കണ്ടു. പുള്ളിന്റെ ഒരു പഴയ ചുറ്റുപാത്രത്തിൽ ഇത് പിടിപ്പിച്ചെന്ന് കൊണ്ട് കാണിച്ചു. അപ്പോഴും ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുനിന്ന് അത് നല്ല ഭംഗിയാണ്. ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ അവര് തുണി അലക്കില്ലേ, അതിന്റെ വെള്ളം വരുന്ന സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല അടിപൊളിയാ. അവിടെ നിൽക്കുന്ന ഇങ്ങനെ കാട് പോലെ. ആ പുല്ലിന്റെ ഇടക്കായോണ്ട് അറിഞ്ഞില്ല, പക്ഷെ മുമ്പ് അവിടെ പുല്ലൊന്നും ഇല്ലായിരുന്നു, ഇത് മാത്രമായിരുന്നു. ആ ഒരു ഓർമ്മയ്ക്ക് ഞാൻ അങ്ങോട്ട് പോയ സ്ഥിതിക്ക് ഒരു പലകയും കിട്ടി, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വുഡൻ ബോർഡും കിട്ടി. എന്തെങ്കിലും ചെയ്യണം, ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കും. സോ ഒരു വുഡൻ ബോർഡും കിട്ടി, അതും കിട്ടിയല്ലോ. ഓക്കെ ഗൈസ്, അല്ലേല് പാലിന്റെ കാര്യം അങ്ങനെയാ. ഒന്ന് പോയി വന്നപ്പോഴത്തേക്കിനും തിളച്ച് ചാടി അത് അതിന്റെ പാട്ടിന് പോയി. ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ, എന്നിട്ട് കോഫി കുടിക്കാം. ഒരു കോഫി ബീറ്റർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറെ ബീറ്റർ വാങ്ങണമെന്ന് വിചാരിച്ചാലും പണി കിട്ടുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ബാക്കി ഈ പാലിലേക്ക് ഞാൻ തൈര് ഒഴിക്കും. ഇപ്പൊ വെള്ളമൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ചൂട് എന്ന് പറയാവുന്നൊരു ചൂടോടെയാ നമ്മൾ തൈര് ഒഴിക്കാറ്. അതാകുമ്പോൾ നമ്മൾ ഈ മിൽമേൻ്റെ നമ്മുടെ ഇല്ലേ കപ്പിൽ വരില്ലേ, അതിൽ വരുന്ന നല്ല തിക്കായിട്ടുള്ള വെള്ളം അതിന് ചേർക്കാണ്ട് തിക്കായിട്ട് കുഞ്ഞി എൻ്റെ ഡ്രസ്സ് മുക്കട്ടാ തിക്കായിട്ട് അടിപൊളി കോഫി വേണം. എന്ത് വേണം? വാട്ടി അമ്മമ്മ വേണോ?
അമ്മമ്മ വേണ്ട. മുട്ട വേണോ? മുട്ട വേണോ? മുട്ട വേണ്ട. പിന്നെ എന്ത് വേണം? ഏത്? ആ ഞാനിപ്പോ വെച്ച പ്ലാന്റ് ആണ് പുള്ളിക്കാരിയുടെ ലക്ഷ്യം. അത് വേണമെന്നാണ് ഈ പറയണേ. ഞാൻ സമ്മാനത്തിൽ കോഫി ഒന്ന് കുടിച്ചിട്ട് ഗൈസ്. ബിസ്ക്കറ്റ് കിട്ടിയാ? ആ ഇല്ല ഇല്ല ഇല്ല. ഈ സമയത്ത് മൊട്ടമാടിയിൽ പോകണം. കണ്ണേ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. വിളക്ക് കത്തിക്കേണ്ട ടൈമായി. നമുക്ക് വിളക്ക് കത്തിക്കാം. മേല് കഴുകാം. മേല് കഴുകാം. ശരി, ബാത്റൂമിൽ പോ. ബാത്റൂം 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 ഇവിടെ ഇവിടെ അവിടെയല്ല, ഈ റൂമിൽ പോ. ആ റൂമിൽ ബാത്റൂം. ഇതെന്താ ഇതൊക്കെ വലിച്ചിട്ടിരിക്കണേ? ஆமா. அப்படியா? വൈകിട്ട് ഗോതമ്പ് ദോശ അതേപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് ഇരിപ്പുണ്ടല്ലോ, ആക്കാന്ന് വിചാരിച്ചു. അപ്പോഴൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് റെഡിയായി നിൽക്കണം. അപ്പം ദോശ മാവ് കലക്കി വെച്ചിട്ട് പോവാന്ന് ഞാൻ വിചാരിക്കുന്നു. ചുട്ടിട്ട് പോയാൽ എങ്ങനെയായിരിക്കും എന്നറിയില്ല. സോ നമ്മുടെ ദോശയൊക്കെ ചുട്ടു വെച്ചു. ചിക്കൻ കറി ചൂടാക്കി വെച്ചു. ഇനി അടുത്ത പരിപാടി ഉള്ളത് കൊണ്ടുവന്ന പാല് കാച്ചി അത് തണുത്തു. ഇതിന്റെ പാട എടുക്കുന്നുണ്ട് നമ്മള്. നമ്മൾ പാല് മാത്രം വാങ്ങിക്കാറില്ല, തൈരും വാങ്ങിക്കാറില്ല, നെയ്യും വാങ്ങിക്കാറില്ല. സെയിം ഇവിത്തിയും തന്നെ നമ്മൾ എടുക്കാറ്. സോ ഇതിന്റെ പാട ഒരു 2-3, ഈ ഒരു 1/2 ലിറ്റർ പാലിൽ നിന്ന് 2-3 സ്റ്റെപ്പായിട്ട് പാട എടുക്കും. സോ ഇനി ഞാൻ ഇപ്പൊ കാച്ചിയല്ല, ഈ തണുത്ത് ഇന്നെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. നാളെ രാവിലെ കോഫി ഉണ്ടാക്കും. വീണ്ടും അതിന്റെ പാട എടുത്തിട്ട് മാറ്റും. വൈകിട്ടും സെയിം റിപ്പീറ്റ് 3 പ്രാവശ്യം എടുത്തിട്ട് ബാക്കിയുള്ളതിന്റെ തൈര് ഒഴിക്കും. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 8 മണിയായി ഏകദേശം. ഞാനൊന്ന് മേല് കഴുകി ഡ്രസ്സ് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. പച്ചക്കറി വാങ്ങിക്കാൻ വേണം. ഇനി മെയിൻ ടാസ്ക് അതാണ്. പോണ വഴി വേസ്റ്റ് കളയാനുണ്ടേ. ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, മാർക്കറ്റിൽ നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ முருங்கலை ஒரு கட்டு 10 ரூபா, ஒரு கட்டு 10 ரூபா. கிட் கேட் 3 கதிர் 50, 3 கதிர் 50. காளாலாம் 1 பாயிண்ட் 30, 1 பாயிண்ட் 30. இதக்கலி 1 கால் 50, 1 கால் 50. மிக்ஸ் எதுவும் வாங்கினா வாங்கிக்கோ. போட மாட்டேன். 4 கிலோ 100 ரூபா. மாம்பழம் 4 கிலோ 100 ரூபா. മാർക്കറ്റിൻ്റെ അടുത്തൊരു ചില്ലി കടയുണ്ട്. അപ്പോഴിന് അവിടുത്തെ ചില്ലിയാണ് ഇഷ്ടം. സോ അപ്പോഴിന് അവിടുന്ന് വാങ്ങാൻ വന്നു. എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇഷ്ടം. സോ രണ്ട് കടയാണ്. ഓഫ് കോഴ്സ് 2 മസാലയാണ്. കുഞ്ഞാവാ അപ്പോഴേക്കും കൊണ്ടുവന്ന്
കാളാൻ മഷ്റൂം 30 രൂപയുടെ മഷ്റൂമാണ്. ഞാൻ കൊണ്ട് മേലെ വെച്ച് അപ്പോട്ടം കൊണ്ടുവന്ന് താഴെ ഇട്ടു. ഇനി ഇതൊക്കെ അറേഞ്ച് വെക്കണം. ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. സോ ഫുഡ് അടിക്കട്ടെ. എൻ്റെ നൈറ്റ് ഫുഡ് ചില്ലി കഴിച്ചാൽ ദോശ കഴിക്കാൻ പറ്റില്ല. ദോശ കഴിച്ചിട്ട് ചില്ലി കഴിക്കാനുള്ള സ്പേസ് കളയാനും പാടില്ലല്ലോ. പക്ഷെ ഞാൻ ദോശ 2 കഴിച്ചു കേട്ടോ. പോണതിന് മുന്നേ അപ്പോൻ്റെ കൂടെ ഒന്ന് കഴിച്ചു, കുഞ്ഞിയുടെ കൂടെ ഒന്ന് കഴിച്ചു. എൻ്റെ കുഞ്ഞിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ചില്ലി. അപ്പോൻ്റെ അതിൽ ഒരു മഞ്ഞ കളറില പട്ടിക്കാട്ടം പോലൊക്കെ ഒരു സാധനം കിടപ്പുണ്ടായിരുന്നു. അത് കണ്ട് എനിക്ക് അറച്ച്. അതെ, കറക്റ്റ് പട്ടിക്കാട്ടം പോലുണ്ടായിരുന്നു. കുഞ്ഞിനാ പട്ടിക്കാട്ടം കൊടുക്കുന്നു. കേട്ടോ, അപ്പോട്ട് ഷർട്ട് ഇട്ടിട്ടില്ല. അതിന്റെ ദേഹം കാണാതിരിക്കാൻ ഇതുവഴി ഇങ്ങനെ പൊന്തിപ്പെടും. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ചിലപ്പോൾ പച്ചക്കറിയൊക്കെ കഴിവയ്ക്കാൻ പോണില്ല. സോ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നമുക്ക് അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് തരില്ല. അവക്കിത് നല്ലത്. അതിന് എരിവുണ്ടിട്ടാ കുളിക്കണ്ടിട്ടാ. മനഃപൂർവ്വല്ലേ വേണമെന്ന് വെച്ചിട്ടല്ലേ അഭിനയം, വെറും തേർഡ് റേറ്റ് അഭിനയം. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നമുക്ക് അടുത്തൊരു വ്ലോഗ് ആയിട്ട് കാണാം. ബൈ.